ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. മിസ്റ്റർ ബീസ്റ്റ് ഡെഡ്ലി ഓബി എന്ന് വെച്ചാൽ എന്തുവാ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കൊരു കാര്യം, ഇത് വളരെയധികം എക്സ്ട്രീം ആവാൻ പോകുന്ന ഒരു ചാലഞ്ചാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഞെക്കുക. ഐ ഹാവ് ബിൽഡ് ദ മോസ്റ്റ് ഡെഡ്ലി ഒബ്സ്റ്റക്കിൾ കോഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഡെഡ്ലി ഇതാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് ചാടി പോകാൻ വലിയ പാടുള്ള പണിയൊന്നുമല്ല. ഞാൻ നോക്കിയിട്ട് ചത്ത്. ഓക്കെ നമ്മള് ഇത് ശ്രദ്ധിക്കാതെ പോയിട്ടാ. ഇനി നമുക്ക് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചാടിയാൽ മതി. ഇത് പോന്നു, ചാടുന്നു, അടുത്തത് തോന്നു. അത് അങ്ങ് പോയിട്ട് വേണം. പോട്ടെ. ഇത് അല്പം പാടാ. നമുക്ക് ഇതിന്റെ അകത്ത് ഇത് എങ്ങനെ പോവും? എന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യടാ. പോയി. ശ്രദ്ധിച്ചേ. ഞാൻ മൊത്തത്തിൽ ശ്രദ്ധിക്കാത്തോണ്ടുള്ള പ്രശ്നം, വേറെ ഒന്നുമല്ല. ശ്രദ്ധിച്ചില്ല. ഞാൻ ജസ്റ്റിനല്ല. പോട്ടെ. ഇതിന് നോക്കി പോവാ. ഇതൊരെണ്ണം പോകുമ്പോഴത്തേക്ക് നമ്മൾ പോയാൽ ഒരുപാട് ടെൻഷൻ ആവശ്യമില്ല. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു നമ്മള്. ഇപ്പോഴാണ് നമ്മൾ ലെവൽ 2 വന്നത്. ഇത് ലെവൽ 2 എങ്ങനെയാ? വേണം നമുക്ക് ഇതുവഴി പോവാം, അല്ലെങ്കിൽ ഇതുവഴിയും പോവാം. ഇതല്ലേ എളുപ്പം? നമ്മൾ നേരെ നമുക്ക് ഓടി പോയാൽ മതി. മറ്റേ ചാടി പോണം. ഇതാ എളുപ്പം. എന്തിനാ ചുമ്മാ മറ്റേ പോയി? അയ്യേ, ഞാൻ മറ്റേ അടുത്തൂടെ പോയപ്പോ കഷ്ടപ്പെട്ടന്നെ. ലെവൽ 3 നമ്മൾ എത്തി. എന്റെ ബുദ്ധിയാ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാ പറയുന്നത്. ആ റെഡ് ബട്ടൺ ഞെക്കിയാൽ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും. എന്തോ റിവീൽ ചെയ്യണം. ഞാൻ ഓർത്ത് വെച്ചിട്ട് പോകണം. അതാ സംഭവം. എന്ത് വരുന്നുള്ള ഞാൻ എങ്ങനെ ഓർത്ത് വെക്കും? പച്ച ഇങ്ങനെ പോകുന്നു, അങ്ങനെ ഇങ്ങനെ. ഓക്കെ എനിക്ക് മനസ്സിലായി എന്തോ അത്. എന്നോടാണോ കളി? നിക്ക് കാണിച്ചു തരാം. ഇതുവഴി പോന്നു. അടക്കടാ. ഇതുവഴി പോന്നു. നേരെ പോന്നു. അതുവഴി. ഓക്കെ ഇപ്പൊ ഓർമ്മയുണ്ട്. ഇതുവഴി പോട്ടെ. ഇങ്ങനെ തന്നെ പോട്ടെ. അവന്റെ പുറകിന് പോയാൽ മതിയല്ലോ. അവൻ അതിന്റെ പുറകിന് പോകുന്നുണ്ടല്ലോ. പിന്നെന്താ? തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇതാ ലെവൽ 4. ഇത് അത്യാവശ്യം പാടുള്ള ലെവലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ ഇതുവഴി പോകാൻ നേരം തെന്നുവോ? തെന്നും. കൂട്ടത്തിൽ ചുമയും വന്ന് ചെക്ക് പോയിന്റ് വന്ന്. ഇതിനൊക്കെ എന്തിനാടാ ചെക്ക് പോയിന്റ്? എനിക്ക് ഇതിന്റെ ചെക്ക് പോയിന്റിന് ഒരു ആവശ്യമില്ല. ഇനി നോക്കി ഇതുവഴി പോവാം. അതിൽ തുടരുത്. ചാട്. ഇനി അപ്പുറത്തോട്ട്. ഇത് വരുമോ? വരും. നമുക്ക് നേരെ പോവാം. ഇത്രയും പേര് വരുന്നോണ്ടാ, അല്ലായിരുന്നു ഞാൻ പോയേനെ. ഇത് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ അകത്ത്. എടാ മാറിയിക്കടാ, ഞാൻ ഒന്ന് പോട്ടെ. ഇവന്മാരെ കാണാതാവാൻ വല്ല വഴി? എനിക്കതിന്റെ പണി അറിയായിരുന്നു. എനിക്ക് അങ്ങനെ തന്നെ ചെയ്യണം. എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് ഇതിന്റെ മണ്ടയ്ക്ക് ചാടി കയറണം. എന്നിട്ട് ഞാൻ പൊക്കോളാം. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. കണ്ടോ? എനിക്ക് ഗെയിം തന്നെ ഒരുക്കി തന്നിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ലേറ്റ് ആവുമോ ഇത്? പോവാ. ഞാൻ എന്തിനാ ചുമ്മാതെ? എനിക്ക് കളി അറിയാം, പക്ഷെ ഞാൻ അറിയാത്ത പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുവോ ശരിക്കും പറഞ്ഞാല്. പോട്ടെ. ഈ ആൾക്കാർ അപ്പുറം ഇപ്പുറം ഉള്ളതുകൊണ്ട് ഞാൻ ഡിസ്ട്രാക്ട് ആയി പോകുന്നത്. കണ്ടോ? ഈ ആൾക്കാരുള്ള ശരിക്കും പറഞ്ഞ പ്രശ്നം. ഇങ്ങ് വരെ എത്തി. ഇവിടെ ഒരു ചെക്ക് പോയിന്റ് തരണമായിരുന്നു ശരിക്കും പറഞ്ഞാല്. ഇവിടെ ആരെയും തൊടാൻ നമുക്ക് പോവാം. പോട്ടെ. ജസ്റ്റിനായിരുന്നു ഞാൻ പോയത്. ജസ്റ്റിൽ. ഈ പ്രാവശ്യം ശ്രദ്ധിച്ച് ചാടണേ. ഈ പ്രാവശ്യം നമ്മൾ കൊച്ചു കളിക്കില്ല. ശ്രദ്ധിച്ച് നമ്മൾ ചാടും. അത്രേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ചെക്ക് പോയിന്റ് എത്തിക്കഴിഞ്ഞു നമ്മൾ. ഇതെങ്ങനെ പരിപാടി? എങ്ങനെ? ആരെങ്കിലും പോട്ടെ, അവൻ പോകുന്നത് നമുക്ക് കാണാം. അവൻ അതിന്റെ കൂട്ടത്തിൽ കറങ്ങുവാണല്ലോ. ചാടിക്കോ. ഒരുപാട് ഇല്ല. എനിക്ക് ഇതിന്റെ മണ്ടയ്ക്കൂടെ ചാടി കറങ്ങണം. പോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റപ്പ്? ഞാൻ ശരിക്കും പറഞ്ഞ പ്രോയ ആള്. ഇതെന്താ ബോളാ? ഇതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല എനിക്ക്. 4ാമത്തെ റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. മിസ്റ്റർ ബീസ്റ്റിൻ്റെത്. ഇതാണ് ലെവൽ 5 സംഭവം. ഇത് കുറച്ചും കൂടെ അയ്യോ, ഇത് പാടാ. ചാടി പോ. അതാ ഏറ്റവും ബെസ്റ്റ്. യെസ്. ഇനി ആകെപ്പാടെ ഒരു ലെവലൂടെ, ഒരേ ഒരു ലെവല്. ഫൈനൽ ചാലഞ്ച്. ഇച്ചിരി ഏറെ വലുതായി ഫൈനൽ ചാലഞ്ച്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ശ്രദ്ധിച്ചു പോവാം ഫൈനൽ ചാലഞ്ചിലോട്ട്. ഇത് പിടിച്ചു കയറണ. ഓക്കെ, ഇനി ചാടി മണ്ടക്കോട്ട്.
എങ്ങനെയാണ് അവൻ ചാടിയേ? ആ ഞാനും ചാടി കയറി. കേറിയാടാ ഞാൻ, എനിക്കതിനെ വിശ്വസിക്കാൻ വയ്യ ഞാൻ കേറിയെന്ന്. ഏറ്റവും മണ്ടയ്ക്കാ വന്ന് ഇങ്ങോട്ട് ചാടി. ഓക്കെ, അയ്യേ ഫൈനൽ ചാലഞ്ച് ഞാൻ ഈസി ആയിട്ട് ഞാൻ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ നോക്കിയോ. ആ പോട്ടെ. ഇങ്ങോട്ടായിരുന്നു നമ്മൾ കളിച്ച ഗെയിം. അത് ഏകദേശം സിമ്പിൾ ആയിരുന്നു, ഒരു രസമില്ലായിരുന്നു. പക്ഷെ ഇത് മിസ്റ്റർ ബീസ്റ്റ് ഐലൻഡ് സർവൈവൽ. ആഹാ, ഇതിനകത്ത് ഏറ്റവും സ്പീഡിൽ ആരാ പോയെന്നുള്ളതുണ്ട്. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ചെന്നത്. കൊള്ളാം. ഒന്നും പറയാനില്ല. ഈ മിസ്റ്റർ ബീസ്റ്റ് ഐലൻഡ് സർവൈവൽ എന്തോന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്ലെയിനകത്ത് കയറി എനിക്ക് പോവാം. എനിക്ക് ഒരാളെ മതി. ഞാനല്ല 4-5 പേരായിട്ട് ഞാൻ ഒരിക്കലും പോകാറില്ല. ഓക്കെ, പ്ലെയിൻ ക്രാഷ് ആയി എവിടെ കണ്ടി എന്ന് അല്ലേ? ക്രാഷ് ആയി. ഇനി ഈ ഐലൻഡിൽ കിടന്ന് ഞാൻ സർവൈവ് ചെയ്യണം, അതല്ലേ ഗെയിം? ഓക്കെ മിസ്റ്റർ ബീസ്റ്റ്. ഓക്കെ, ബോട്ട് ഉണ്ടാക്കണം ഞാൻ അല്ലേ? ഇവിടെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ കയറി ഇരുന്ന് പോവാ ചെയ്യണ്ട. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ജീവനോടെ നിൽക്കണ്ടേ? അതിനുള്ള പരിപാടികൾ നമ്മൾ ഇതാരെ മിസ്റ്റർ ബീസ്റ്റ് ആണോ നിൽക്കുന്നത്? അപ്പൊ നമുക്ക് ഈ മരം ആദ്യം മുറിച്ചെടുക്കാം. മുറിച്ചെടു വേന്നെടു. മരം മൊത്തം നമ്മൾ മുറിച്ചെടുത്തു. ഈ വുഡ് എല്ലാം കൊണ്ട് നമുക്കൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. ആദ്യം ക്യാമ്പ് ഫയർ 5 കൂടെ വേണം. അല്ല 2 കൂടെ വേണം. അതെന്തുവാ പോകുന്നത്? ഇതെന്താ ഞണ്ടോ? എന്തൊരു ജീവിയത്? ഇതിന്റെ താപ്പാടെ ഞാനും മിസ്റ്റർ ബീസ്റ്റ് മാത്രമേ ഉള്ള. ഓക്കെ, നമ്മളൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കി. ഒരു വുഡ് കൂടെ ക്യാമ്പ് ഫയറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തീ കത്തും. ഞാനത് കത്തിച്ചു. എങ്ങനെയാ ഞാൻ കത്തിച്ച? ഞാൻ എവിടാ ഞെക്കിയതെന്ന് എനിക്കറിയത്തില്ല. കീബോർഡിൽ മൊത്തം F ഞെക്കി കഴിഞ്ഞാല് ഓക്കെ ഇപ്പോഴാണ് മനസ്സിലായത് കാര്യം. അയ്യോ, ഇയാൾക്ക് ഫുഡ് തരണം. മിസ്റ്റർ ബീസ്റ്റിന് വേണമെന്ന് തടി. എന്തായാലും എനിക്കറിയാം ഈ വീഡിയോ ഈ ഐലൻഡ് സർവൈവ് ചെയ്യുന്നത് അല്ല. ഇതിന്റെ ബാക്കി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ഞെക്കിയാൽ അതിന്റെ ബാക്കി നമ്മൾ അടുത്ത പാട്ടായിട്ട് ഇടാം.